ഇമാം ത്വബരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനാവശ്യാർത്ഥം പല രാഷ്ട്ര നേതാക്കൾക്കും കത്തയച്ച കൂട്ടത്തിൽ ഈജിപ്തിലെ മുഖൗഖിസ് രാജാവിനും അവിടുന്ന് കത്തയച്ചിരുന്നു. അദ്ദേഹം ധാരാളം സമ്മാനങ്ങൾ നബി തങ്ങൾക്ക് കൊടുത്തയച്ചു. അന്ന് ഒരു വിദഗ്ധനായ ഡോക്ടറും കൂടി ഈജിപ്തിൽ നിന്ന് മദീനയിൽ വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമ്മാനങ്ങളും ഏറ്റുവാങ്ങിയിട്ട് ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു പോകാം. എന്നിട്ട് പറഞ്ഞ കാരണം എന്താണ്? ലാ ഹാജത ലനാ ബിക്, നിങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഡോക്ടർ ഇവിടെ വേണ്ട എന്ന് പറയുന്ന ഒരു സാമൂഹിക ആരോഗ്യാവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടാകുകയാണ്. അതിൻ്റെ കാരണമായി അവിടുന്ന് പറഞ്ഞത് നഹ്നു ഖൗമുൻ ലാ നഅ്കുലു ഹത്താ നജുഅ. ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ സമീപനം എന്താണ്? ഞങ്ങൾ വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കൂ. ഇതാ ഞങ്ങളെ തിയറി. വിശപ്പ് എന്ന് പറയുന്നത് പ്രകൃതിപരമായി ആഹാരം കഴിക്കാനുള്ള ബെല്ല് മുഴങ്ങുകയാണ്. വിശപ്പ് വന്നാൽ അതിൻ്റെ അർത്ഥം ഇപ്പം ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടുണ്ട് എന്നാ. അപ്പം നമ്മൾ ആഹാരം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വിശപ്പുണ്ടെങ്കിലേ കഴിക്കാവൂ എന്നുള്ളതാണ്. നമ്മളൊക്കെ ശീലിച്ചത് സമയത്തിന് കഴിക്കണം എന്നതാണ്. അതിന് എതിർപ്പൊന്നുമില്ല, സമയത്ത് അതിനൊരു കറക്റ്റ് വെക്കുന്നത് നല്ലതാണ്. പക്ഷെ വിശപ്പില്ലെങ്കിൽ ആ സമയത്ത് കഴിച്ചോളണമെന്നില്ല. ഒരു 10 മണി 11 മണിയാകുമ്പോൾ നല്ല പൂള പിഴുങ്ങിയതും പോത്തിറച്ചിയൊക്കെ വെട്ടി അത് വയറ്റിൽ കിടക്കെ 1 മണിയാകുമ്പോൾ സാധാരണ ചോറ് തിന്നുന്ന പതിവുള്ളതാണ്, അത് തെറ്റിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തിന്നേണ്ടതില്ല എന്ന്. വയറിന് വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാവൂ. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇദാ അക്കൽന ലാ നശ്ബഉ, ഞങ്ങൾ വയറ് നിറച്ച് തിന്നാറില്ല. തിന്നാൻ തുടങ്ങിയാൽ വിശന്നാൽ വിശപ്പ് മാറിയാൽ നിർത്തുക എന്നുള്ളതാണ്. അല്ലാതെ വയറ് നിറക്കുക എന്നത് ഞങ്ങളെ ശീലമല്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഡോക്ടറുടെ തന്നെ ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ കടന്ന് ബുദ്ധിമുട്ടേണ്ട, ഈജിപ്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുവീൻ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് വലിയൊരു പാഠമാണ്. അപ്പം നമ്മൾ ആഹാരം കഴിക്കുന്നിടത്ത് ഈ മിത രീതിയിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. നമ്മൾക്ക് സാധിക്കാത്ത ഒന്നും അത് തന്നെയാണ്. ഭക്ഷണം കുറക്കണമെന്ന് പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും അത് കുറക്കാൻ സാധിക്കുന്നില്ല എന്നിടത്താണ് നമ്മൾ പരാജയപ്പെടുന്നത്.